മലയാള സിനിമയുടെ പതിവ് ശൈലികളിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കുന്ന ഒരു ചിത്രമാണ് റിയാസ് മാരത്ത് സംവിധാനം ചെയ്ത അനോമി. സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന ലേബലിൽ എത്തുമ്പോഴും മരണത്തെയും മനുഷ്യന്റെ മനസാക്ഷിയെയും കുറിച്ചുള്ള ദാർശനികവും ശാസ്ത്രീയവുമായ ചോദ്യങ്ങൾ ഉയർത്താൻ ഈ ചിത്രം ശ്രമിക്കുന്നുണ്ട്. ഹോളിവുഡ് സിനിമകളിൽ നാം കണ്ടുപരിചയിച്ച ഹൈ കൺസെപ്റ്റ് ആശയങ്ങളെ കേരളീയ പശ്ചാത്തലത്തിലേക്ക് പറിച്ചു നടാനുള്ള ഒരു ധീരമായ ശ്രമമായി ഈ സിനിമയെ അടയാളപ്പെടുത്താം. അതിലുപരി വെല്ലുവിളികൾ നിറഞ്ഞ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ മലയാളത്തിന്റെ പ്രിയതാരം ഭാവനയുടെ അതിശക്തമായ ഒരു മടങ്ങിവരവ് കൂടിയായി ഈ ചിത്രം മാറുന്നു. ഫോറൻസിക് വിദഗ്ധയായ സാറ ഫിലിപ്പിന്റെയും സഹോദരൻ സിയാന്റെയും ജീവിതത്തിലൂടെയാണ് കഥ വികസിക്കുന്നത്. മാതാപിതാക്കളുടെ അപ്രതീക്ഷിത മരണം സിയാന്റെ മാനസിക നില തെറ്റിക്കുന്നു. ഒരു ദിവസം സിയാനെ കാണാതാകുന്നതോടെ സാറ നടത്തുന്ന അന്വേഷണം സമാനമായ മാനസികാവസ്ഥയുള്ള യുവാക്കൾ കൊല്ലപ്പെടുന്ന വലിയൊരു സൈക്കോപാത്തിലേക്കോ മാഫിയയിലേക്കോ വിരൽ ചൂണ്ടുന്നു. ഈ യാത്രയിൽ സാറയോടൊപ്പം ചേരുന്ന പോലീസ് ഓഫീസർ ജിബ്രാൻ തന്റെ കരിയറിലെ പാളിച്ചകൾക്ക് പരിഹാരം തേടുന്ന ഒരു ഓഫീസർ കൂടിയാണ്. ഇവരുടെ അന്വേഷണത്തിനൊടുവിൽ വെളിപ്പെടുന്ന ചില നിഗൂഢ രഹസ്യങ്ങളാണ് ചിത്രത്തിന്റെ കാതൽ. ഒരു നീണ്ട ഇടവേളയ്ക്കു ശേഷം തന്റെ അഭിനയക്കരുത്ത് തെളിയിച്ചുകൊണ്ട് മലയാളത്തിലേക്കുള്ള ഭാവനയുടെ ഏറ്റവും മികച്ച തിരിച്ചുവരവാണ് ഈ ചിത്രം. ACP ജിബ്രാൻ എന്ന കഥാപാത്രമായി എത്തിയ റഹ്മാൻ തന്റെ പക്വതയാർന്ന അഭിനയ ശൈലിയിലൂടെ ചിത്രത്തിന് ഒരു സ്റ്റെബിലിറ്റി നൽകുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ആക്ഷൻ രംഗങ്ങളിലും റഹ്മാന്റെ സ്ക്രീൻ പ്രസൻസ് ശ്രദ്ധേയമാണ്. അനിമൽ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ഹർഷവർദ്ധൻ രാമേശ്വറിന്റെ പശ്ചാത്തല സംഗീതം ചിത്രത്തിന്റെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മലയാള സിനിമയുടെ പതിവ് ശൈലികളിൽ നിന്ന് മാറി നിൽക്കുന്ന സയൻസ് ഫിക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെട്ട പരീക്ഷണ ചിത്രങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അനോമി ഒരു പുത്തൻ അനുഭവമായിരിക്കും. മലയാള സിനിമയിലെ ഇത്തരം വ്യത്യസ്തമായ ചുവടുവയ്പ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സിനിമാ പ്രേമിക്കും ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയാണ് അനോമി. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.